കണ്ണൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പിൽ മുഖം നഷ്ടപ്പെട്ട് CPM. കള്ളത്തരം പുറത്തെത്തിച്ചത് എതിർ രാഷ്ട്രീയ പാർട്ടികളല്ല, പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ. തട്ടിപ്പിന്റെ മുഴുവൻ വിവരങ്ങളും അറിയുന്നയാൾ പാർട്ടിയിൽ നിന്ന് തന്നെ കള്ളത്തരം വിളിച്ചു പറഞ്ഞു. തട്ടിപ്പ് തുറന്നു പറഞ്ഞയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പതിവ് നയം പിന്തുടർന്നെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ പിരിച്ച പണത്തിന്റെ കണക്ക് കാണിക്കാനാവാതെ CPM വലയുന്നു. രാജ്യഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്ക് പറയാൻ ജില്ലാ സെക്രട്ടറി സന്നദ്ധമായിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ ഫണ്ടും ധനരാജ് ഫണ്ടും രണ്ടും കൂടി ചേർത്ത് 51 ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം 40 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയിട്ടുണ്ട്. ആ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ചു കൊടുക്കണം എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പാർട്ടിയുടെ 1 രൂപ, അത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നായാലും ശരി, ബിൽഡിംഗ് ഫണ്ടിൽ നിന്നായാലും ശരി, 1 രൂപ പോലും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളും തെറ്റായ രീതിയിൽ ധനാപഹരണം നടത്തിയിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റി തന്നെ പറഞ്ഞത്, 2 കണക്കിലും പറഞ്ഞത് ഞങ്ങൾ 35 ലക്ഷം വാങ്ങിയിട്ടുള്ളൂ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയത് 35 ലക്ഷമാണ്. പക്ഷേ ജില്ലാ കമ്മിറ്റി പറയുന്നു 40 ലക്ഷം വകമാറ്റി. ഏതർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല. അപ്പം 51 ലക്ഷം ഈ യഥാർത്ഥത്തിൽ കൈവശം ഉണ്ടാകേണ്ടതും ഈ തിരിച്ചു കൊടുക്കേണ്ടുന്ന 40 ലക്ഷവും കൂടി 91 ലക്ഷം രൂപ ഈ 2 ഫണ്ടിനത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ കൃത്യമായി കണക്ക് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഗൃഹസന്ദർശനവുമായി പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുമ്പോഴാണ് ഇടിത്തീ പോലെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് CPM-ന് മേൽ പതിച്ചത്. 1 അല്ല 3 ഫണ്ട് പിരിവുകളിൽ ക്രമക്കേട് നടന്നതായി വെളിപ്പെടുത്തൽ. പിരിച്ച പണം ഉപയോഗിച്ചതായി കൃത്രിമ രേഖയുണ്ടാക്കൽ, വകമാറ്റി ചെലവാക്കൽ, കണക്ക് കാണിക്കാതിരിക്കൽ, തട്ടിപ്പിന് പല വഴികൾ. തട്ടിപ്പ് പുറത്തു പറഞ്ഞയാൾ ചില്ലറക്കാരനല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, പയ്യന്നൂർ മുൻ ഏരിയ സെക്രട്ടറി V. കുഞ്ഞികൃഷ്ണൻ അക്ഷരാർത്ഥത്തിൽ CPM-നെ വെട്ടിലാക്കി. തട്ടിപ്പുകളിൽ രക്തസാക്ഷി ഫണ്ടും ഉണ്ടെന്നത് പാർട്ടി അണികൾക്കിടയിൽ വൈകാരികമായ പ്രതിഫലനം ഉണ്ടാക്കും. രക്തസാക്ഷി CV ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചത് 1 കോടി രൂപ. ഈ ഫണ്ടിൽ നിന്ന് വകമാറ്റിയത് 46 ലക്ഷം രൂപ. ധനരാജ് രക്തസാക്ഷി ഫണ്ടും ഓഫീസ് നിർമ്മാണ ഫണ്ടും പരസ്പരം വകമാറ്റി. കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് മാറ്റിയാണ് കണക്ക് അവതരിപ്പിച്ചത്. ധനരാജിന്റെ കുടുംബത്തിന് നൽകിയ വീടിന്റെ ചെലവ് കണക്കിലും പൊരുത്തക്കേട്.